ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റിയൊരു അപ്പമാണ് തയ്യാറാക്കുന്നത്. കള്ളപ്പമാണ് തയ്യാറാക്കുന്നത്. കള്ളപ്പത്തിന് വേണ്ടി നമ്മൾ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ പച്ചരിയാണിത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് അരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കള്ളാണ്. കള്ള് വെച്ച് തന്നെ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് അരച്ചെടുക്കാം. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതുപോലെ അരിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് കള്ള് നമ്മൾ ആദ്യമേ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നിച്ച് ഒഴിക്കണ്ട, അത് അരയുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കൂടി പോവും. വീണ്ടും നമ്മൾ കള്ള് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒട്ടും തരിയില്ലാതെ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് അരച്ചെടുക്കാം. ബാക്കിയുള്ള അരിയും കൂടി നമുക്ക് കള്ളൊഴിച്ച് തന്നെ ഒന്ന് അരച്ചെടുക്കാം. 1 കിലോ അരിക്ക് നമുക്ക് കറക്റ്റ് ഒരു 2 ഗ്ലാസ് കള്ളാണ് വേണ്ടി വന്നിട്ടുള്ളത്. അത്രയും കള്ള് കൊണ്ട് നന്നായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ അരി അരയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് കള്ള് ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല തരിയില്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടണം. ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ കള്ളപ്പത്തിനുള്ള മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കപ്പിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു 3 ചെറിയ തവി മാവ് നമ്മൾ എടുക്കുന്നുണ്ട്. വലിയ തവിയല്ല, അത്യാവശ്യം ചെറിയ തവിയിൽ 3 തവി മാവ് എടുത്തിട്ട് നമ്മളിനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കപ്പി കാച്ചാൻ പോവാണ്. നമ്മൾ അരി അരച്ച് മാറ്റി വെച്ചിരുന്ന മിക്സഡ് ജാറിലേക്കാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നിർത്താതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മൾ കട്ട പിടിക്കാതിരിക്കാൻ നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുകി കിട്ടിക്കോളും. തീ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കാച്ചിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ചോട്ടി പിടിച്ചു പോവും. നമ്മുടെ കപ്പ് കാച്ചിയത് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്യുന്നതിന് ശേഷം നന്നായിട്ട് നാറിക്കഴിഞ്ഞാൽ നമുക്കിത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എന്താണ് വേണ്ടത് നോക്കാം. 1 മുറി തേങ്ങ ചിരണ്ടിയത്, അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കുടം വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചെറിയൊരു അവിയലിൻ്റെയൊക്കെ പാകത്തിനൊന്ന് ചതച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. നമുക്കിതും കൂടി മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കാച്ചി കുറുക്കി വെച്ചിരിക്കുന്ന കപ്പാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കപ്പി കാച്ചിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ മാവ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്.
ഇനി ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ചാൽ മതി. രാവിലെ എടുക്കുമ്പോൾ നന്നായിട്ട് ഇത് പൊങ്ങി വന്നോളും. ഇത് രാവിലെ നമ്മുടെ അപ്പത്തിനുള്ള മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് അപ്പം തയ്യാറാക്കി എടുത്താൽ മാത്രം മതി. ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കൂടി വെച്ചിട്ടാണ് നമ്മളിനി അപ്പം തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് കള്ളപ്പം തയ്യാറാക്കി എടുത്താൽ മാത്രം മതി. അപ്പത്തിനുള്ള മാവ് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒരു തവി മാവാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഒരുപാടിട്ട് നമ്മൾ അപ്പത്തിനൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കണ്ട. നല്ല കട്ടിക്ക് തന്നെ നമുക്ക് ഈ അപ്പം കിട്ടണം. എന്നാലാണ് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നല്ലപോലെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ലപോലെ കോമളമൊക്കെ വന്ന് നല്ലപോലെ പകുതി വെന്ത് കിട്ടിക്കോളും. പിന്നെ മറിച്ചിട്ടാൽ മതി. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് ചുട്ടെടുക്കാം. നമ്മൾ അപ്പം എല്ലാം അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പത്തിൽ ഏറ്റവും ടേസ്റ്റ് കള്ളപ്പത്തിനാണെന്ന് പറയാം. നല്ല ടേസ്റ്റാണ്. നല്ല ചിക്കൻ്റെ കൂടെയോ നല്ല താറാവ് കറിയുടെ കൂടെയോ മട്ടൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ അടിപൊളി ഒരു കോമ്പിനേഷനായിട്ടുള്ളൊരു അപ്പമാണ്. നല്ല ചൂടോട് കൂടിയാണെങ്കിൽ ഒരു കറിയും വേണ്ടാതെ തന്നെ നമ്മളിത് കഴിച്ചു പോകും. നമ്മുടെ അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.